ഞാൻ വിചാരിച്ചത് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്നത് ദൈവത്തിൻ്റെ പേരിലാണെന്ന്. പക്ഷെ ഇന്നലെ എനിക്ക് മനസ്സിലായത് മാനിഫെസ്റ്റേഷൻ്റെ പേരിൽ ഒത്തിരി തട്ടിപ്പ് നടക്കുന്നുണ്ട്. അതായത് ഈ വിശ്വാസം അന്ധവിശ്വാസം തമ്മിലുള്ള ഒരു ഒരു ഫൈൻ ലൈൻ ഉണ്ടല്ലോ, അത് ക്രോസ് ചെയ്യുന്ന ചില റീൽസ് ഞാനിപ്പോൾ കാണുന്നുണ്ട്. ഒരു ചേച്ചി വന്നിട്ട് ഒരു 500 രൂപയുടെ നോട്ട് എടുത്തതിൽ 7, 8, 9, 1, 2, 3 എന്നൊക്കെ എഴുതി അതിൽ സിനമൻ പൗഡർ വിതറി അത് 4 മടക്കി പേഴ്സിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പേഴ്സ് നിറയെ പൈസ വരും. എവിടെ നിന്നാന്ന് പോലും നിങ്ങൾക്കറിയില്ല. അതുപോലെ പൈസ വരും എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ പുഷ്പാഞ്ജലി കഴിച്ച് പ്രാർത്ഥിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തെ പരീക്ഷയ്ക്ക് 100% മാർക്ക് കിട്ടുമെന്ന് ഞാൻ വിശ്വസിച്ച പോലെ ഉണ്ട്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. ബേസിക്കലി മാനിഫെസ്റ്റേഷനിൽ എന്താ സംഭവിക്കുന്നത്? നമ്മളുടെ ബ്രെയിനും നമ്മളും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ ക്ലിയർ ആവുകയാണ് ചെയ്യുന്നത്. അതിന് നമുക്ക് തേർഡ് പാർട്ടിയുടെ ആവശ്യമില്ല, നമ്പേഴ്സിൻ്റെ ആവശ്യം, ആരുടെ ആവശ്യമില്ല. നമ്മുടെ ബ്രെയിനും മാത്രം മതി. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കി കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മളുടെ മുന്നിൽ ഓപ്പർച്യൂണിറ്റീസ് തെളിഞ്ഞു വരും. ഈ ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യാതെ ആ നോട്ട് മടക്കി പേഴ്സിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ആ നോട്ട് അവിടെ ഇരിക്കുകയുള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. അധ്വാനിക്കാനുള്ള മനസ്സ് വേണം. സയൻസിനെ വളച്ചൊടിച്ച് ഒരു സ്യൂഡോ സയൻസിൻ്റെ എലമെൻറ്റ് ചേർത്ത് ഒരു അന്ധവിശ്വാസത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. നിങ്ങൾ ഇതുപോലത്തെ റീൽസ് കണ്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് കുറച്ച് ലോജിക്കലി അതിനെപ്പറ്റി ആലോചിച്ച് നോക്കുക. ബ്ലൈൻഡായിട്ട് വിശ്വസിക്കാതിരിക്കുക.